ഞാനിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് മേനംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഹോഴ്സ് റൈഡിംഗ് അക്കാഡമിയാണ്. ഞാനിവിടെ വന്നത് ഹോഴ്സിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ അലോ ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു ട്രെയിനർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ധൈര്യത്തിൽ ഞാൻ ഹോഴ്സിൽ കയറാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡും ആണ്. എന്നാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന് എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ധൈര്യം സംഭരിച്ച് കുതിരപ്പുറത്ത് കയറുന്നത്. എന്റെ പുറകുവശത്ത് കാണുന്നത് കടലാണ്. കുതിര തലയിട്ട് കുലുക്കുന്നുണ്ട്. എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. നല്ല മഴ വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. കുറച്ചൊന്ന് ഇരുണ്ട് കിടക്കുകയാണ്. ഇതാണ് പോണി ഹോഴ്സ്. ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഇതിനെ കുട്ടികൾ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി കുട്ടികൾ ഈ ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വരുന്നുണ്ട്. വലിയ ആൾക്കാരും വരുന്നുണ്ട്. പിന്നെ ഫണ്ട് റൈഡും ഉണ്ട്. ഒരു ഫണ്ട് റൈഡിന് അവർ 500 ആണ് ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. പിന്നെ കടലിന്റെ തീരത്തായത് കാരണം നമുക്ക് കടലിന്റെ നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇവിടെ അതിനൊക്കെ നമുക്ക് ഹോഴ്സ് റൈഡിങ് പഠിക്കാം. ഇത് അക്കാഡമിയാണ് യഥാർത്ഥത്തില്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയാണ് അവർ ഹോഴ്സിനെ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ 2 ഹോഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ഒരു കുട്ടി റൈഡ് ചെയ്യുന്ന ഒരു പോണിയെ ഇവിടെ കാണാം. ചെറിയ കുതിരയാണ് പോണി എന്ന് പറയുന്നത്. ഹോഴ്സ് റൈഡിംഗ് അക്കാഡമിയുടെ ബാക്കിലുള്ള ഗേറ്റ് തുറന്ന് ഞാൻ കടപ്പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കടപ്പുറത്താണ്. ഈ സ്ഥലത്തിന്റെ പേര് സെന്റ് ആൻഡ്രൂസ് ചർച്ചിന്റെ പേരിലാണ് ഈ കടപ്പുറം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഹാർട്ടിന്റെ ആർച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഇവിടെ നിന്നൊരു ചൂട് ചായ എല്ലാം കുടിച്ച് കടപ്പുറത്തെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം കടപ്പുറത്തൊക്കെ ഇറങ്ങി നടന്ന് റിലാക്സ്ഡ് ആയിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ഇപ്പൊ ബീച്ചിൽ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോ മഴയാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ മഴയൊക്കെ ചെറിയ മഴയെല്ലാം കൊണ്ട് അങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം കടലിൽ ഇറങ്ങിയിട്ടേ പോകത്തുള്ളൂ. മഴക്കോള് കാണുന്നുണ്ട്. മേഘങ്ങൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഉടനെ മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. വാഴക്കപ്പുണ്ട്. വാഴക്കപ്പം അല്ലേ? വാഴക്കപ്പുണ്ട്. ആണോ? ഒരു വാഴക്കപ്പ ഒരു സമൂസ. വാഴക്കപ്പം കട്ടന്ന് കഴിക്കാണ്. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ബൈ. പിന്നെ ഇങ്ങനെ കടലിൽ നോക്കിയിരുന്നോണ്ട് ഒരു കട്ടനൊക്കെ കുടിച്ചിരിക്കാന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഒരു ചൂട് ചായയും തണുത്ത കാറ്റും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ?
ചൂട് കട്ടനും തണുത്ത കടൽക്കാറ്റും കടലും മേഘവും ആകാശവും പക്ഷികളും തിരമാലകളും ഇങ്ങനെ കടുപ്പത്ത് വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം ലുലു മോളിൽ പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഒരു cappuccino. How much is for this one? ഞങ്ങള് നെസ്കഫേയിൽ എത്തിയിട്ടുണ്ട്. ഒരു ചൂട് കോഫി എല്ലാം കുടിച്ച് ഷോപ്പിങ്ങിന് പോകാൻ തയ്യാറെടുക്കാണ്. ഞാനിപ്പോൾ ലുലുവിലാണ് നിൽക്കുന്നത്, ലുലു ട്രിവാൻഡ്രം. കപ്പിച്ചിനോ കോഫി കഴിക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഷോപ്പിംഗ് തുടങ്ങാൻ.